സംസ്ഥാനത്ത് ആദ്യമായി വായ്പാ തിരിച്ചടവിൽ കുടിശ്ശിക വരുത്തിയ പഞ്ചനക്ഷത്ര ഹോട്ടൽ ജപ്തി ചെയ്തു. തേക്കടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ എലഫന്റ് കോട്ടാണ് സർഫാസി ആക്ട് പ്രകാരം ഫെഡറൽ ബാങ്ക് ജപ്തി ചെയ്തത്. രാജ്യത്തെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ വിജയ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള തേക്കടിയിലെ എലിഫന്റ് കോട്ട് റിസോർട്ടാണ് ജപ്തി ചെയ്തത്. 2005 എലിഫന്റ് കോർട്ടിന്റെ പേരിൽ 17 കോടി രൂപയും 2011 മറ്റൊരു സ്ഥാപനമായ പെപ്പർ വൈനിന്റെ പേരിൽ 7.5 കോടി രൂപയും ഉടമകൾ ഫെഡറൽ ബാങ്കിന്റെ വൈറ്റില ശാഖയിൽ നിന്നും വായ്പയെടുത്തിരുന്നു. നിലവിൽ പലിശ ഉൾപ്പെടെ 2 സ്ഥാപനങ്ങളും 36.75 കോടി രൂപ ഫെഡറൽ ബാങ്കിന് നൽകാനുണ്ട്. 2013 ഈ വായ്പ നിഷ്ക്രിയ വായ്പയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും തിരിച്ചടവ് മുടങ്ങിയതോടെ കഴിഞ്ഞ ഡിസംബർ 28-ന് 2 സ്ഥാപനങ്ങളും ബാങ്ക് ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻ പ്രകാരം നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് 2013 ബാങ്ക് ഡിക്ലെയർ ചെയ്യുകയാണ്. അതിനുശേഷം ഈ 2013 ശേഷം ഈ അക്കൗണ്ടുകളിൽ യാതൊരു പൈസ അടക്കാതെ ഇപ്പോൾ ഈ എലഫന്റ് കോട്ട് എന്ന് പറയുന്ന ലോൺ അക്കൗണ്ടിൽ മൊത്തം 25 കോടി രൂപയും മറ്റേ പെപ്പർ വൈൻസ് എന്ന് പറയുന്ന ഹോട്ടലിൽ ബാങ്കിന് 11.25 കോടി രൂപയും ഇപ്പോൾ കിട്ടാനുണ്ട്. 2013 ശേഷം 10 പൈസ അടച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ബാങ്കിന് ഇപ്രകാരം ലോൺ എടുത്ത് പൈസ ഒന്നും അടക്കാതെ വരുത്തുകയും ഇതിൽ നിന്ന് കിട്ടുന്ന കംപ്ലീറ്റ് ലാഭവും മറ്റ് വരുമാനങ്ങളും മറ്റ് ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലൂടെ ഇവർ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൊടുപുഴ CJM കോടതിയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് കമ്മീഷണർ പ്രിൻസ് ജെ പാണനാൽ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ R ഹരികൃഷ്ണ പിഷാരടി, അസിസ്റ്റന്റ് ജനറൽ മാനേജർ TA മുഹമ്മദ് സാഗിർ എന്നിവരാണ് ജപ്തി നടപടികൾക്ക് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്തെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലൊന്നാണ് എലിഫന്റ് കോർട്ട്. അതേസമയം പെപ്പർ വൈൻ റിസോർട്ടിന്റെ കുടിശ്ശികയായ 2.5 കോടി രൂപ അടയ്ക്കുന്നതിന് ജനുവരി 31 വരെ കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. വായ്പാ കുടിശ്ശിക വരുത്തി അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങൾ ജപ്തി ചെയ്തിട്ടുണ്ടെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ ജപ്തി ചെയ്ത നടപടി ധനകാര്യ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.